ജീവൻ കഴിഞ്ഞ ദിവസം കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ കാര്യം ഇതാണ്. ആളുടെ ഫാദർ ഇൻ ലോയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പ്, നമ്മൾ ഹോട്ടൽ എന്നാണ് പറയുന്നത്. അപ്പം അത് ഹോട്ടലിൻ്റെ അവിടെ ആ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അവിടെ സാധാരണ നമുക്കറിയാം അവർ ഉണ്ടാക്കിയിട്ടുള്ള ഹോട്ടലിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ചെറിയ പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അച്ചാറ്, ഇതെല്ലാം വിൽക്കാൻ വയ്ക്കും. കുറേ വർഷങ്ങളായിട്ട് അവർ വിൽക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ലേബിളൊന്നും ഒട്ടിച്ചിട്ടില്ല. ചെറിയൊരു സ്റ്റിക്കർ, ഒരു വെള്ള കളർ സ്റ്റിക്കറിൽ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ എത്ര രൂപയാണെന്നുള്ളതും എഴുതിയിട്ടുണ്ട്. ഇത്ര മാത്രമാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇത് അത്യാവശ്യം സാമാന്യം നല്ല രീതിയിൽ തന്നെ ഒരു ദിവസം 5,000-6,000 രൂപയ്ക്ക് വിറ്റ് പോകുന്നുണ്ട്. ചെറിയൊരു കടയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഫിറ്റ് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റാണ്. ആൻഡ് ഇദ്ദേഹം ഗൾഫിലായിരുന്നു ഇദ്ദേഹം, നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു റെക്കമെൻഡേഷൻ ചെയ്തു. ആൻഡ് ആൾസോ ഒരു പ്രവൃത്തി ഇദ്ദേഹം ചെയ്തു. അതായത് ഇതിന് കുറച്ചുകൂടെ ഒന്ന് ബ്രാൻഡ് ആക്കണം. ഇപ്പോൾ സ്റ്റിക്കറൊന്നും ഇല്ലാതെ സാധാരണ ഒരു പാക്കറ്റ് ആക്കിയിട്ടാണ് വിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ നല്ല രീതിയിലൊന്ന് പാക്ക് ചെയ്ത് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ട് അവിടെ വെക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആളത് ചെയ്യുകയും ചെയ്തു. 6,000 രൂപയുടെ ബിസിനസ് നടന്നിരുന്ന ആ സ്ഥാപനത്തിൽ പിന്നീട് ദിവസം ഒരു 1,000 രൂപ 2,000 രൂപ അതിനപ്പുറത്ത് വിൽപ്പന നടക്കുന്നില്ല ആ പ്രോഡക്റ്റിൻ്റെ മാത്രം. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് വിൽക്കുന്നതിനേക്കാളും അതിന് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് നല്ല രീതിയിൽ ലേബിൾ ചെയ്തിട്ട് വിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ സാധനം എടുക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് റിയാലിറ്റിയിൽ നേരെ ഓപ്പോസിറ്റാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? എനിക്ക് ഉത്തരം അറിയാം, ജീവൻ ഉത്തരം അറിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? അല്ല, ഇത് പുള്ളിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ചെയ്യാണ്ട് ഡിസൈനിങ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണത്. കാര്യം അവിടെ വരുന്നൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മെയ്ഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലോക്കൽ മെയ്ഡ് പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിച്ച് വരുന്ന ഒരാൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി അതായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും അവിടുത്തെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ബ്രാൻഡിങ് ആപ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതാണ് അവർക്ക് പറ്റിയെന്നാണ്, നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല എനിക്ക്. ബട്ട് ആ ഒരു പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഒരു പക്ഷെ അതായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അതെ, കോൺടാക്ട്സ് ഇത്രയേ ഉള്ളൂ. ആ സാധനം പാക്കറ്റ് മീൻസ് ലേബൽ ഒട്ടിക്കാന്ന് വെച്ച സമയത്ത് കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. ലേബൽ എപ്പോൾ ഒട്ടിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ കച്ചവടം കുറഞ്ഞു. ഇതാണ് സംഭവം. കാര്യം സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൗണ്ടറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളിവിടെ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ ഒരു നാട്ടിൻ പ്രദേശത്തെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നാട്ടിൻ പ്രദേശത്തുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ബ്രാൻഡഡ് പ്രോഡക്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല. അവിടെ നമ്മുടെ മനസ്സിലൊരു പെർസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രാൻഡായിട്ട് മാറി. അതിനകത്ത് മായം മിക്സ് ചെയ്തു. ആ സ്റ്റിക്കർ ചെയ്യാതെ ഇറക്കി കഴിഞ്ഞാൽ അത് വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് നല്ല രീതിയിൽ ശുദ്ധതയോടുകൂടിയിട്ട് നമുക്ക് കിട്ടുന്നു. ഈ ഒരു ചിന്ത പല ആൾക്കാർക്കും ഉണ്ട്, ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിക്കർ ഇല്ലാതെ വിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്ത ആൾക്കാരുടെ മനസ്സിലേക്ക് വരും. ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്നുള്ള ഒരു ചിന്ത ആൾക്കാരുടെ ഇടയിൽ വരും. ആൻഡ് ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് എവിടെന്നോ പ്രോഡക്റ്റ് ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഈ സാധനം പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും നല്ലത് കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ടാണ് ഈവൻ സ്റ്റിക്കർ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾക്ക് സ്റ്റിക്കറുള്ള പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. ഈ ചക്ക വരട്ടി പോലുള്ള ഐറ്റംസൊക്കെ നല്ല റേറ്റ് ഉണ്ട്. എങ്കിലും ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യും ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ. ജീവൻ പറഞ്ഞ പോലെ തന്നെ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. ജീവൻ ഓർമ്മയാണ്, നമ്മൾ എപ്പോഴും ഈ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റുമായിട്ട് മീറ്റിങ്ങിനിരിക്കുമ്പം നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മുടെ പ്രോസസ്സിൻ്റെ ഇടയിലൊരു ചോദ്യം ഇതാണ്, നമ്മുടെ കസ്റ്റമർ ആരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിലാണ് ഈ പ്രോഡക്റ്റ് ഇറക്കേണ്ടത് എന്നുള്ളത്. ഇത് ഒരു ലക്ഷറി ടൈപ്പിൽ ഇറക്കണോ, അതൊരു നാടൻ ടൈപ്പിൽ ഇറക്കണോ, അതോ ഒരു മിനിമൽ ടൈപ്പ്, ഒരു മോഡേൺ ടൈപ്പ്, എന്ത് തീമാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നൊരു ഉത്തരവുണ്ട്, എന്താ പ്രീമിയം ലക്ഷറി സാധനം വേണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഇതിൻ്റെ ബിസിനസ് മോഡലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്താണ്? അപ്പോൾ അവർ പറയും അഫോർഡബിലിറ്റി. അതായത് പ്രീമിയം ബ്രാൻഡാണ്, പക്ഷേ ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അല്ല, മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട്, നമ്മുടെ കസ്റ്റമർ ആരാണെന്നുള്ളത്. ചോദിക്കുന്ന സമയത്ത് പറയുന്ന ഉത്തരം എല്ലാവരും നമ്മുടെ കസ്റ്റമർ, എല്ലാവർക്കും. പക്ഷെ പ്രീമിയം പ്രോഡക്റ്റ് ഒരു ലക്ഷറി പ്രോഡക്റ്റും ആയിരിക്കണം, പക്ഷെ ചെറിയ കാശിന് കിട്ടുകയും ചെയ്യും. അതായത് അത് ഈ സംരംഭകന്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കൽ പ്രോഡക്റ്റ് എന്നുള്ളതല്ല, ഒരു പ്രീമിയം പ്രോഡക്റ്റിൻ്റെ ഒരു ഉടമസ്ഥനാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്ന് വെച്ച് കസ്റ്റമേഴ്സിനെ ലോസും ചെയ്യരുത്.
അതെ, ഈ പണ്ട് കൊറോണ ഒക്കെ സമയത്ത് സംരംഭകർക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ആപ്പിന്റെ ഓണർ ആവുക. അപ്പൊ അന്ന് ഇതുപോലെ കുറെ ആൾക്കാർ ആപ്പ് ഉണ്ടാക്കിപ്പെട്ട പോലെ ഈ ഇത്തരത്തിൽ എല്ലാവർക്കും ഒരു പ്രീമിയം ബ്രാൻഡിന്റെ ഓണർ ആവാനാണ് താല്പര്യം. അതെ ജോൺ, അതേപോലെ തന്നെ ഇപ്പോൾ ഇതേ പ്രോഡക്റ്റ് ഈ പാക്കറ്റിൽ ലേബലൊന്നും ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് ലുലുവിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. ലുലുവിൽ കയറ്റത്തില്ല, ഇങ്ങനത്തെ സാധനങ്ങൾ ഒരിക്കലും അവർ കയറ്റത്തില്ല. പക്ഷേ ഇൻ കേസ് ലുലുവിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക, ആരെങ്കിലും വാങ്ങുമോ? വാങ്ങത്തില്ല, റൈറ്റ്? അവിടെ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ സെയിം കസ്റ്റമർ ആയിരിക്കാം. ഈ സെയിം കസ്റ്റമർ ഈ ചെറിയ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള ലേബിളില്ലാത്ത പ്രോഡക്റ്റ് എടുക്കുന്ന വ്യക്തി ഇതേ പ്രോഡക്റ്റ് ലേബിളില്ലാതെ ലുലുവിക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ അവൻ എടുക്കത്തില്ല. എഗെയിൻ ഇവിടെയാണ് ഈ കോണ്ടെക്സ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം നമ്മൾ എവിടെ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കണം ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ആ ഒരു തീമും ഡിസൈനിങ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് ആൾസോ വിലയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു, ഇപ്പോൾ ചില പ്രോഡക്റ്റുകൾ നമ്മൾ റാക്കിൽ കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ അടുത്ത് പോകത്തില്ല, കാരണം അതിന് നല്ല റേറ്റ് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ വരും. ആക്ച്വലി അതിന് അത്ര റേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്തുള്ളതാണ്, ആ കസ്റ്റമേഴ്സിന് മനസ്സിനകത്തുള്ളതാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വളരെ മിനിമലായിട്ട് സാധനം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഹൈ പ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വില നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചില കാപ്പിയുടെ ബ്രാൻഡൊക്കെ നല്ല പാക്കറ്റിലായിരിക്കും, അധികം വിലയൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്കത് വില നോക്കാൻ തോന്നുന്നില്ല, നല്ല പ്രൈസ് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ അങ്ങ് ചെന്നെത്തും. ഞാൻ റീസെൻ്റ്ലി ഒരു മൈക്രോഫോൺ ഞാൻ കണ്ടതാണ്. അത് മാഗ്നറ്റിക് ആണ്. നമ്മളെ ക്യാമറ കണക്ട് ചെയ്യാം, എന്നിട്ട് അതിവിടെ അകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സൗണ്ടൊക്കെ. പക്ഷെ ഞാൻ ആമസോണിൽ എടുത്ത് നോക്കുന്ന സമയത്ത് വലിയ വിലയൊന്നുമില്ല അതിന്. അപ്പം പക്ഷെ അത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നി അത്രയും എക്സ്പെൻസീവ് വില നോക്കണമെന്ന് വരെ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ അതേ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇവിടെ. നമ്മൾ ഒരു ബ്രാൻഡ്, ഒരു ഫിഷിൻ്റെ ഒരു ബ്രാൻഡ് നമ്മൾ ചെയ്തിട്ടായിരുന്നു, ഫിഷ് ഫീഡിൻ്റെ ഒരു ബ്രാൻഡ് ചെയ്യുന്ന ഓർക്കുന്നുണ്ടാവും. അതിനകത്ത് ഈ എക്കണോമി പ്രോഡക്റ്റുകൾ അവർക്ക് തന്നെ പല റേഞ്ചിലുള്ള അത്യാവശ്യം പ്രീമിയം പ്രോഡക്റ്റ് ഉണ്ട്, എക്കോണമി ഉണ്ട്. അപ്പോൾ എക്കോണമിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു തന്ത്രം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അത്യാവശ്യം കളർ നമ്മളതിൽ ചൂസ് ചെയ്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കളറായിരുന്നു അല്ലേ? അതെ, അവർക്ക് നമ്മൾ യൂഷ്വലി ഫിഷ് ഫീഡിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു റെഡ് കളറാണ് പൊതുവെ എക്കണോമി ഫുഡിന് കോമൺ ആയിട്ടുള്ളത്. അപ്പം നമുക്കവിടെ പ്രീമിയം ലെവലിൽ ഒരു ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഒന്ന്, രണ്ട്, മറ്റ് ബ്രാൻഡുകളൊക്കെ എക്കണോമി ഇതാണെന്നുള്ളൊരു ഐഡിയ നമ്മളെ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളവിടെ വേറൊരു കളർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സെക്ടർ തന്നെ മാറിപ്പോകും, നമ്മളെ ഉദ്ദേശിച്ച ഓഡിയൻസിലേക്ക് അത് എത്തില്ല. അപ്പോൾ അവിടെ നമ്മളിത് യുണീക്ക് ഡിസൈൻ വേണം, അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള കളർ വേണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അവർക്ക് ചിലപ്പോൾ അതോടെ അവരെ സെയിൽസിൻ്റെ കാര്യം തീരുമാനമായി കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് അപ്പോൾ ഒരേ പാറ്റേണിലുള്ള ഒരു കളർ തീമിലേക്കോ അല്ലെങ്കിൽ അതിൽ ചെറിയൊരു വേരിയേഷൻ, എക്സാക്ട്ലി ആ കളർ ആയിരിക്കില്ല, പക്ഷേ അത് കാണുന്ന സമയത്തൊക്കെ ഇത് ഒരു എക്കണോമി ഫുഡാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പം അൾട്ടിമേറ്റ്ലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസൈനിങ്ങിന് ഏതൊരു ഏജൻസിനെ ഏൽപ്പിക്കുമ്പോൾ യൂഷ്വലി ഏജൻസികൾ ചെയ്യേണ്ട റിസർച്ച് ഉണ്ട് അതിനകത്ത്. കാരണം ഓൺടർപ്രണറിനെ നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ അത്രയും നോളജ് ഉണ്ടായിരുന്നെങ്കിൽ അവർ തന്നെ ഇത് ചെയ്യത്തുമില്ല. അപ്പോൾ അതിനാണ് ഒരു ഏജൻസിനെ ഏൽപ്പിക്കുന്നത്. അപ്പം ഈ ഏജൻസി അത്രയും ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ചെയ്യണം അതിൽ. രണ്ട്, ഇങ്ങനെ റിസർച്ച് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ ഇവർ അക്സെപ്റ്റ് ചെയ്യും വേണം ഒരു പരിധി വരെ. എല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അവർക്കത് ലോജിക്കലാണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്ത് അത് ചിലപ്പോൾ അവർക്ക് താല്പര്യം മറ്റതായിരിക്കാം. അപ്പം നമ്മൾ ആ താല്പര്യം ആണെങ്കിൽ പോലും നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഓക്കെ ഇതാണ് ശരി എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ജൻ, ഒരു കാര്യം കൂടി പ്രത്യേകം ഇതിൽ നോക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഈ എലോബറേഷൻ ലൈക്ലിഹുഡ് മോഡൽ എന്ന് പറയും, ELM എന്ന് പറയും. നമ്മൾ ഒരു ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നത് രണ്ട് രീതിയിലാണ്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒന്ന് സെൻട്രലി, മറ്റൊന്ന് പെറിഫറലി. അപ്പോൾ ഈ സെൻട്രലി എന്ന് വെച്ചാൽ നമ്മൾ വളരെ ആലോചിച്ച് വളരെ സൂക്ഷിച്ചിട്ടായിരിക്കും ആ പ്രൊഡക്റ്റ് എടുക്കുന്നത്. ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്യും അല്ലേ. ഇപ്പം നമ്മൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ, കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് നമ്മൾ ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടോ മറ്റോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വളരെ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ ജീവൻ ഇട്ട് തരും, ജീവനെ റിസർച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് അയച്ചു തരും. നമ്മളിതൊക്കെ കമ്പയർ ചെയ്ത് നോക്കി, പ്രൈസ് നോക്കി, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതൊരു രീതിയിലൊരു ബൈയിങ് ഒരു സ്വഭാവമാണ്. രണ്ടാമത്തേത്, നമ്മൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആൾറെഡി എന്തൊക്കെ വാങ്ങണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. പരിപ്പ്, പഞ്ചസാര, ഉഴുന്ന്, ഇതെല്ലാം വീട്ടിൽ നിന്ന് ഒരു പക്ഷേ എഴുതി തന്നിട്ടുണ്ടാവും. നമ്മളിതെല്ലാം വെച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇതല്ലാതെ കുറേ എക്സ്ട്രാ അഡീഷണൽ സാധനങ്ങൾ എടുക്കും. കണ്ണിൽ കാണുന്ന എടുക്കുക എന്ന് പറയും, നമ്മൾ തന്നെ കാണുന്ന എടുക്കുക, കാണാൻ നല്ല ഭംഗിയുള്ള സാധനത്തിന് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പെറിഫറലി ഡിസിഷൻ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം.
പെട്ടെന്ന് നമ്മൾ എടുക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പേരിൽ എടുക്കുകയാണ്. അപ്പോൾ ഈ കണ്ണി കണ്ടതൊക്കെ നമ്മൾ എടുക്കുന്നതിൻ്റെ പുറകിൽ ഒരു ശാസ്ത്രമുണ്ട്. അതായത് നമ്മളവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യത്തില്ല, ഇത് നല്ലതാണോ, അതിൻ്റെ വാല്യൂ എത്രയാണോ അതൊന്നും നോക്കത്തില്ല. നമ്മളവിടെ മേജറായിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു എക്സ്റ്റേണൽ ഔട്ട്ലുക്ക് ആയിരിക്കും. അത് കാണാൻ കൊള്ളാമോ നമ്മളത് എടുക്കും. അതായത് ഇത്രയേ ഉള്ളൂ, ഈ ചീപ്പ് വിലയുള്ള പ്രൊഡക്റ്റ്, വില കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നമ്മൾ കൊടുക്കണം. അവിടെ കൊണ്ട് ഈ പ്രീമിയം ലെവലിൽ പിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം വിറ്റ് പോകത്തില്ല. അത് മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം രണ്ട് കോണ്ടെക്സ്റ്റുകൾ നമ്മളിതിനകത്ത്, രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ഡിസൈൻ, ലേബലിൻ്റെ ഡിസൈൻ ചെയ്യേണ്ടത് കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടും ഒപ്പം തന്നെ പ്രോഡക്റ്റിൻ്റെ വിലയും ബേസ് ചെയ്തിട്ടാണ്. ഇത് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു അച്ചാറിൻ്റെ കേസ്. ഈ പാക്കറ്റിൽ ലേബൽ ഇല്ലാതെ അച്ചാർ വെച്ച സമയത്ത് ആൾക്കാർ വാങ്ങുന്നു. കാരണം കോണ്ടെക്സ്റ്റ് മാച്ചായിരുന്നു, പ്രൈസ് മാച്ചായിരുന്നു. ആൻഡ് ആ കോണ്ടെക്സ്റ്റിൽ ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിൽക്കത്തുള്ളൂ. അവിടെ കൊണ്ടുപോയിട്ട് നേരെ ഓപ്പോസിറ്റ് ലെവലിൽ നല്ലൊരു പ്രീമിയം ലെവലിൽ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കത്തില്ല. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സ്പാം മെയിൽസ് വരുമല്ലോ നമുക്ക്. അപ്പോൾ ഈ സ്പാം മെയിൽ എടുത്തോന്ന് നോക്കി കാണാം, അത്ര പ്രൊഫഷണൽ ഒന്നും ആയിരിക്കില്ല. അത് കണ്ടറിയാതെ സ്പാം മെയിലാണെന്ന്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്കറിയാം അത് പ്രൊഫഷണലി അയക്കാൻ അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇത് ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇത് സ്പാം മെയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടനായിരിക്കണം ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം അത്തരത്തിൽ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അവർ ആ മെയിൽ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ഈ പറഞ്ഞ നമ്മുടെ പാക്കേജിലേക്ക് വരുന്ന സമയത്തും ആ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൽ ഭംഗിയോ ഇതൊന്നും ഒരു വിഷയമല്ല അവിടെ. അൾട്ടിമേറ്റ്ലി സാധനം വിറ്റ് പോകണം. ആ സാധനം വിറ്റ് പോകാനായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മേജറായിട്ട് നോക്കേണ്ടത്. അപ്പം ആൾക്കാർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. കാണാനുള്ള ഭംഗിയല്ല നമ്മൾ പലപ്പോഴും ബ്രാൻഡിങ്ങിനകത്ത് കൺസിഡർ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ലേബലിനകത്ത് പ്രോഡക്റ്റ്, നമ്മളിപ്പോൾ പറഞ്ഞത് ഈ പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള, അതായത് ഫിസിക്കൽ പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, നമുക്കിപ്പം അടുത്തൊരു ചർച്ചയുമായിട്ട് ഉടനെ തന്നെ വരാം.